ഇത് UTLന്റെ ഗാമ പ്ലസ് 3400 എന്ന് പറഞ്ഞുള്ള ഒരു മോഡലാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ ഇൻവെർട്ടർ ബാറ്ററിയിലും കണക്ട് ചെയ്യാം, ലിഥിയം അയൺ ബാറ്ററിയിലും കണക്ട് ചെയ്യാം. ജസ്റ്റ് ഒരു സ്വിച്ച് മാത്രം പ്രസ് ചെയ്താൽ മതി. അതല്ലാതെ നമുക്ക് അതിൻ്റെ സെറ്റിങ്സ് ഒരുപാട് ചേഞ്ച് ചെയ്യുകയോ അങ്ങനെ ഉള്ളതൊന്നും വേണ്ട. രണ്ടും സപ്പോർട്ട് ചെയ്യുന്ന ഒരു മോഡലാണ്. നമുക്ക് ഇൻവെർട്ടർ നല്ല രീതിയിൽ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ ഏറ്റവും ബെസ്റ്റായിട്ടും അവരുടെ സർവീസും ബെസ്റ്റാണ്. അങ്ങനെ അധികം കംപ്ലൈൻസ് ഒന്നും ഇല്ലാതെ നമുക്ക് ഇവരുടെ സൈറ്റിൽ നിന്ന് തന്നെ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം. ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. അത് സോളാർ പാനൽ 2000 മേളിൽ വാട്ട്സ് നമുക്ക് ഇതിനകത്ത് ലോഡ് ചെയ്യാനും സാധിക്കും. ഒരു 2800 അടുപ്പിച്ച് നമുക്ക് സർജ് ലോഡ് നമുക്ക് ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റും. കണ്ടിന്യൂസ് ആയിട്ട് ഒരു 2000 താഴെ ഉണ്ടെങ്കിൽ മാത്രമാണ് കണ്ടിന്യൂസ് ലോഡ് കൊടുക്കാൻ പറ്റുന്നത്. എന്നിരുന്നാലും നല്ലൊരു ബെസ്റ്റ് ചോയ്സ് ആയിട്ട് ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ ഒരുവിധം ലോഡ് 3 kVയിലുള്ള ഒരുവിധം ലോഡ് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു മോഡലാണ്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡലാണ്. ലിഥിയം അയൺ ബാറ്ററി സഹിതം സപ്പോർട്ട് ചെയ്യുന്ന ഒരു മോഡലാണ്. ഞാൻ ഇത് ഓൺലൈനിൽ നിന്നാണ് മേടിച്ചത്. ഇവരുടെ വെബ്സൈറ്റിൽ തന്നെ ഓൺലൈനിൽ നിന്നാണ് വാങ്ങിയത്. ഇത് വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇവർ കൊറിയർ സർവീസ് വഴി വരുന്നത്. വാട്ടർ പ്രൂഫിന് വേണ്ടിയിട്ട് ഒരു ജസ്റ്റ് ഒരു ഷീറ്റൊക്കെ കവർ ചെയ്തിട്ടാണ് ഇത് വരുന്നത്. നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം ഇതെങ്ങനെയാണെന്നുള്ളത്. ഇതുകൊണ്ടുള്ള ഒരു ഗുണം, കൊറിയറുകാർ തറയിലേക്ക് ഇട്ട് ഉരച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ പ്രശ്നമില്ല. അവർ ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറ്റി വെച്ചതിന് ശേഷം ഒരു തള്ളക്കമാണ്. അതൊക്കെ ഒഴിവാക്കാൻ കരുതി ഈ ഒരു കോട്ടിങ് ഗുണം ചെയ്തെന്ന് വേണം പറയാൻ കരുതി. ഈ ബോക്സ് അവർ ഡീഫാൾട്ട്ലി എല്ലാ ഇൻവെർട്ടറിനും ഈ ബോക്സ് തന്നെയാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവരുടെ ഒരുവിധപ്പെട്ട 2 kVക്ക് മേളിലോട്ടുള്ള എല്ലാ ഇൻവെർട്ടറിൻ്റെയും സൈസ് ഏകദേശം ഇത്ര തന്നെയാണ്. അപ്പോൾ അവർ ഡീഫാൾട്ട്ലി ഈ ബോക്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇതിലാകെ ചേഞ്ച് നമുക്ക് മനസ്സിലാവുന്നത് ഇതിനകത്തൊരു യൂസർ മാനുവലിന് വേണ്ടിയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ കരുതി ഒരു സ്കാനർ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ഡൗൺലോഡ് ചെയ്യുമ്പോൾ പോലും അതിനകത്തും ഇതിനകത്തുള്ള എല്ലാ മോഡലും ഉണ്ടാവും. അതിൽ നിന്ന് വേണം നമ്മളിത് സെലക്ട് ചെയ്യാൻ കരുതി. ആകെ ഇതിനകത്തൊരു MRP ഒരു സ്റ്റിക്കർ എഴുതിയിട്ടുണ്ട്. അതിനകത്ത് മാത്രമാണ് ഈ മോഡൽ എഴുതിയിട്ടുള്ളത്. ബാക്കി ഈ ബോക്സിൻ്റെ സൈസും ഇതിനകത്തുള്ള ഡിസൈനും എല്ലാം സെയിം ആണ്. അതുകൊണ്ട് ഇതിൻ്റെ 4 കുറ്റി ഞാൻ കാണിച്ചു തരുന്നില്ല. കാണിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ ഏത് UTLന്റെ ബോക്സ് വാങ്ങിച്ചിരുന്നാലും ഇത് തന്നെയാണ് കവർ. അപ്പോൾ അതിൽ സ്പെസിഫൈ ചെയ്ത് മെൻഷൻ ചെയ്തിട്ടൊന്നുമില്ല. എല്ലാത്തിലും ഈ 3 year വാറണ്ടിയും എല്ലാത്തിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ഏത് ഇൻവെർട്ടർ എടുത്തിരുന്നാലും ഈ വാറണ്ടി ഇത് പറയുന്നുണ്ട്. പിന്നെ അത് കംപ്ലൈൻ്റ് ആയിട്ട് പോകുമ്പോൾ മാത്രമേ പല ഇഷ്യൂസ് പറയാറുള്ളൂ. അത് നമ്മളെ കുഴപ്പം കൊണ്ടാണ്, അല്ലെങ്കിൽ ഓവർ വോൾട്ടേജ്, ഹൈ വോൾട്ടേജ്, അല്ലെങ്കിൽ ബോർഡ് കംപ്ലൈൻറ്റ്, അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത ലോഡിൻ്റെ ഇഷ്യൂ കൊണ്ടാണ് എന്നൊക്കെ ഉള്ളത് പറയാറുള്ളൂ. ഈ എഴുത്ത് കണ്ടിട്ട് നിങ്ങളത് വിശ്വസിക്കേണ്ട. കാരണം അവർ വന്ന് നോക്കിയിട്ട് അവർ പല റീസൺസ് പറയാറേ ഉള്ളൂ. ഇതിനകത്ത് തെർമോകോള് ജസ്റ്റ് സൈഡിൽ വെച്ചിട്ടുണ്ട്. 4 തെർമോകോള്. പണ്ടൊക്കെ ഒരു സാധനം വരുന്നത് ഫുൾ തെർമോകോൾ വെച്ചായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ 4 കോർണറിൽ മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് ഈ ഒരു ഡിവൈസും ബബിൾ റാപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് എടുത്ത് പുറത്ത് വയ്ക്കാം. ഓക്കെ, ഇതും ബബിൾ റാപ്പ് ചെയ്താണ് വന്നിട്ടുള്ളത്. ബബിൾ റാപ്പ് അല്ല, നമ്മളെ നോർമൽ കവർ ജസ്റ്റ് 4 ചുറ്റും ഒന്ന് ചുറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇളക്കാം. ഇത് നമ്മൾ നോർമൽ ബാറ്ററി ആണെങ്കിൽ ഇത് 24 വോൾട്ടിലാണ് ബാറ്ററിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ബാറ്ററി വർക്കാവാൻ കരുതി നമ്മൾ 12 വോൾട്ട് ബാറ്ററി 2 ആയിരിക്കുമല്ലോ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ലൂപ്പ് ചെയ്യാൻ കരുതിയിട്ടാണ് സീരിയലായിട്ട് കണക്ട് ചെയ്ത് 24 ആക്കിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ലൂപ്പിംഗ് വയർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് സിലിക്ക ജെൽ, ഇതിനകത്ത് ഈർപ്പോ അങ്ങനെ എന്തെങ്കിലും ഒരു. പിന്നെ അടുത്ത് വന്നിരിക്കുന്നത് ഫ്യൂസ് ആണ്. 1 2 3 4 5 ഫ്യൂസ് 40 ആംപിയർ എന്നാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഒരു ഫ്യൂസ് സ്കാൻ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ ആ കാർഡ്, ഇത് സ്കാൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ യൂസർ മാനുവൽ എല്ലാം കിട്ടുന്നതായിരിക്കും. അല്ലാണ്ട് ബുക്കിലെറ്റോ ഒരു കാര്യങ്ങളൊന്നും ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. ഇതിനകത്ത് UTL GPP 3400 24 വോൾട്ട് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് മാത്രമാണ് ഇതിനകത്തുള്ള ആകെ ഒരു ഇത്.
പിന്നെ ഈ UTLന്റെ ഒരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മേളിൽ തന്നെ സകല ഇൻഡിക്കേഷനും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഫ്രണ്ടിൽ വരുന്ന എല്ലാ ലൈറ്റിന്റെയും ഇൻഡിക്കേഷൻ ഈ മേൽവശത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ബാക്കിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു AC MCB. ഇത് ഔട്ടിനുള്ളതാണോ ഇന്നിനുള്ളതാണോ എന്ന് നമുക്കിനി അത് കണക്ട് ചെയ്ത് നോക്കിയാലേ അത് അറിയാവൂ. ഇത് നമ്മുടെ സോളാർ ഇൻപുട്ടിന് വേണ്ടിയിട്ടാണ്. ഇതവർ ജസ്റ്റ് ഒരു ടാപ്പ് ഒട്ടിച്ചിട്ടുണ്ട്, അത് ഹോൾ അടഞ്ഞു പോകൊണ്ടിരിക്കാനായിരിക്കാം. ഫാന് 1, 2, 3 ഹീറ്റ് ആയി കഴിഞ്ഞാൽ തണുപ്പിക്കാൻ കരുതി 3 ഫാൻ കൊടുത്തിട്ടുണ്ട്. ഇൻപുട്ട് വന്നിട്ട് ഒരു 16 ആംപിയർ പവർ പ്ലഗാണ് വന്നിട്ടുള്ളത്. നല്ല ഗേജുള്ള വയറിലാണ് വന്നിട്ടുള്ളത്. ഇത് രണ്ടും ബാറ്ററി ടെർമിനൽ. ഔട്ടും വന്നിട്ട് 16 ആംപിയർ സോക്കറ്റിലാണ് ഔട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്കിനി ഇതിനകം തുറന്ന് ഇതിനകത്ത് എന്തൊക്കെയാണെന്നുള്ളത് കാണാം. ഇനി നമുക്ക് ഇതിനകത്തൂടെ ഒന്ന് നോക്കാം. ഈ കവർ ഇളക്കി ഇതിനകത്ത് എന്താണെന്ന് അങ്ങനെ ആരും കാണിച്ചിട്ടുണ്ടാവില്ല. നമുക്കിതിനകത്തൂടെ നോക്കിക്കളാം. ഇത് എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ വയറിങ് രീതികളെന്ന് എല്ലാം നമുക്കൊന്ന് തുറന്ന് നോക്കിക്കളാം. അതിനുവേണ്ടി ഒരു സ്ക്രൂ ഡ്രൈവർ എടുക്കട്ടെ. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഇൻഡിക്കേഷൻ്റെ ഇത് എല്ലാ ഇൻവെർട്ടറിലും UTLന്റെ എല്ലാ ഇൻവെർട്ടറിൻ്റെയും മേളിൽ നമുക്കതുകൊണ്ട് ആ സമയത്ത് ഓടിപ്പോയി സ്കാൻ ചെയ്ത് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അഥവാ സ്കാൻ ചെയ്യണം ഡൗൺലോഡ് ചെയ്യണമെങ്കിലും ഇതിൽ തന്നെ ഉണ്ട്. അതല്ല, ഇതിനകത്ത് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ ഫ്രണ്ടിലത്തെ സ്വിച്ച്. ഈ ഫ്രണ്ടിലുള്ള എന്തൊക്കെ സ്വിച്ച് എന്തൊക്കെ ഇൻഡിക്കേഷൻ ആണെന്നുള്ള കാര്യം നന്നായിട്ട് ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ 4 ചുറ്റുള്ള സ്ക്രൂ ഇളക്കി കഴിഞ്ഞാൽ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഉയർത്തിയാൽ മതി. ഈ സാധനം ഇളവിഞ്ഞു പോയി. ഇതിനകത്ത് നല്ലൊരു ഹെവി ട്രാൻസ്ഫോമറാണ് കൊടുത്തിരിക്കുന്നത്. കോപ്പർ വൈൻഡിങ് തന്നെയാണ്. രണ്ട് സൈഡും. പ്രൈമറിയും സെക്കൻഡറിയും കോപ്പർ തന്നെയാണ്. നല്ല ഹെവി ആയിട്ട് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ചരിച്ചു വെച്ച് നോക്കാം. 3 പിൻ പവർ വന്നിട്ട് ഇതിനകത്തൂടെയാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഇന്ന് കൊടുക്കുന്നതിന് തന്നെയാണ് MCB വന്നിരിക്കുന്നത്. ഈ സൈഡിൽ കൊടുത്തിരിക്കുന്ന MCB വന്നിരിക്കുന്നത് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന ആ ലൈനിൻ്റെ തന്നെയാണ് ഈ ബ്രേക്കർ വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഔട്ട് നേരെ. അപ്പോൾ നമുക്ക് അഥവാ ഇത് സോളാറിൽ മാത്രം ചാർജ് ആയാൽ മതിയെങ്കിൽ ജസ്റ്റ് ഇതിൻ്റെ ബാക്കിലത്തെ MCB മാത്രം ഓഫ് ചെയ്താൽ മതി. നമ്മൾ ഡയറക്റ്റ് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ വന്നേക്കുന്നത് ബാറ്ററിയിലേക്കുള്ള ലൈനും കാര്യങ്ങളുമാണ്. അത് ഹെവി കേബിൾസ് ആണ്. സോളാറിൻ്റെ MPPT ഈ ജസ്റ്റ് ഈ ഒരു ബോർഡാണ് വന്നിരിക്കുന്നത്. അത് വർക്ക് ചെയ്യാൻ കരുതി ഒരു ടൊറോയിഡൽ ട്രാൻസ്ഫോമറും തന്നിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നത് ചാർജ് ബൂസ്റ്റ് ചെയ്യാനുള്ള എന്തോ ആണ്. ഇതാണ് ഇൻവെർട്ടറിൻ്റെ ബോർഡ്. നമ്മളത് കൺവേർട്ട് ആയി. ഈ 40 ഇവിടെ വെച്ചിരിക്കുന്ന ഫ്യൂസാണ് നമുക്ക് എക്സ്ട്രാ നമുക്ക് തന്നിരിക്കുന്നത്. അഥവാ ഏതെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഇത് വേണം എടുത്ത് നമ്മൾ കൊടുക്കേണ്ടത്. അത് നേരെ ബാറ്ററിയിലേക്ക് പോകുന്ന ലൈനിലോട്ടുള്ള ഫ്യൂസാണ് വന്നിരിക്കുന്നത്. അത് നെഗറ്റീവിലുള്ളതാണ് ആ ഇത് വരുന്നത്. ബാക്കി ഇത്രയും കാര്യങ്ങളാണ്. എല്ലാ ഫാനും വയർ ചെയ്തിട്ടുണ്ട്. സാധാരണ ചില ഇൻവെർട്ടറിനകത്ത് നമ്മൾ തുറന്നു നോക്കി കഴിഞ്ഞാൽ ചിലതിൽ ഫാനെല്ലാം ഡമ്മി വെച്ചിട്ടുണ്ടാവും. പക്ഷേ ഇതിനകത്ത് ഫാൻ വെച്ചിരിക്കുന്നത് മാത്രമല്ല, ഇതെല്ലാം തെർമോസ്റ്റാറ്റ് കൺട്രോളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ച് എത്ര സ്പീഡിൽ കറങ്ങണം എന്നൊക്കെ ഉള്ളത് നിശ്ചയിക്കുന്നത് ഈ ഫാനാണ്. അത് ടെമ്പറേച്ചർ അനുസരിച്ചാണ്. അതായത് ഇവിടെ എല്ലാത്തിലും സെൻസേഴ്സ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരെണ്ണം വെച്ചിട്ടുണ്ട്. എല്ലായിടത്തും മുടിനാര് പോലെ എല്ലാ ഹീറ്റ് സിങ്കിലേക്കും
ഇത് പോയിട്ടുണ്ട്. ഈ ബ്ലൂ വയർ പോയിരിക്കുന്നതെല്ലാം ഈ ടെമ്പറേച്ചർ സെൻസ് ചെയ്യാൻ കരുതിയിട്ടുള്ളതാണ്. അവർ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ല ഗേജ് ഉള്ള വയറാണ്, നന്നായിട്ട് റൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ബാക്കി വേറെ കേബിൾ ടൈകൾ അവർ അവിടെ ഇവിടെയൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. ഒന്നിന് പുറത്തൂടെ സ്ലീവൊക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, നല്ല ഭയങ്കര പെർഫെക്റ്റ് റൂട്ടിംഗ് എന്നൊന്നും പറയാൻ പറ്റില്ല. അതെനിക്ക് തോന്നുന്നു അവർ കേബിളിൻ്റെ ലെങ്ത് കുറയ്ക്കാനായിരിക്കും. കാരണം ഇത്ര ഗേജുള്ള വയറിന് ഇത്രയും നല്ല എമൗണ്ട് ആവില്ലേ. അപ്പോൾ ആ ഗേജ് ഒന്ന് കുറയ്ക്കാൻ കരുതിയിട്ടായിരിക്കണം ഇവർ നന്നായിട്ട് റൂട്ട് ചെയ്തിട്ടില്ല. ഇവർ ജസ്റ്റ് ലൂപ്പ് ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ. ഓക്കെ, ഇത്രയാണ് ഇതിനകത്തുള്ളത്. ഇനി നമുക്കിത് എത്രയും തിരിച്ച് ഫിറ്റ് ചെയ്യാം. തിരിച്ച് ഫിറ്റ് ചെയ്യാനും വേറെ പാടൊന്നുമില്ല. ഇതായി ജസ്റ്റ് ഈ കവർ ഞാനിത് ഓപ്പൺ ആക്കിയെന്ന് പറഞ്ഞു ഇത് വേറെ ആരും അനുകരിക്കാൻ നിൽക്കണ്ട. കാരണം ഇത് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വാറണ്ടി കിട്ടില്ല. സ്റ്റിക്കറും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അവർ അഥവാ എന്തെങ്കിലും ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വന്ന് ചെക്ക് ചെയ്യുമ്പോൾ അതൊക്കെയാണ് ആദ്യം ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. നമ്മൾ തിരിച്ച് സ്ക്രൂ ചെയ്യുമ്പോൾ ഭയങ്കര രീതിയിലൊന്നും സ്ക്രൂ ചെയ്യേണ്ട. അതുമാത്രമല്ല, ഈ വെന്റിലേഷൻ ഒന്നും ക്ലോസ് ചെയ്യാത്ത രീതിയിൽ വേണം നമ്മളിത് കീപ്പ് ചെയ്യാൻ കരുതി. കാരണം നന്നായിട്ട് ഹീറ്റ് പ്രൊഡ്യൂസ് ആവും. അത് പ്രത്യേകിച്ച് ഈ സോളാറിൽ ചാർജ് ചെയ്യുന്ന സമയത്ത്. നമ്മൾ നോർമൽ ഇലക്ട്രിസിറ്റി KCB ചാർജ് ചെയ്യുമ്പോൾ അത്ര ഹീറ്റ് ആവില്ല. പക്ഷേ സോളാറിൽ ചാർജ് ചെയ്യുന്ന നേരത്ത് നന്നായിട്ട് ഹീറ്റ് ആവും. ഞാൻ ഇത് ഒന്നുകൂടെ തുറക്കുന്നത് ഇതിനകത്തുള്ള എർത്ത് ലൈന് ഈ 3-pin സോക്കറ്റിൽ നിന്ന് വന്നിട്ടുള്ളത് ഇതിനകത്തോട്ടുള്ളത് ബോഡി എർത്ത് പ്രോപ്പറായിട്ട് കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കണം. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സൈറ്റിലും എർത്ത് പക്കയായിട്ട് കൊടുക്കണം. സാധാരണ പ്ലസ് മൈനസ് മാത്രമാണ് ഈ ഇൻവെർട്ടറിൽ കൊടുക്കാറുള്ളൂ. അപ്പോൾ അതൊന്ന് കൺഫേം ചെയ്യണം. ഇതിൽ എർത്തിൻ്റെ ലൈന് ഇതിലേ വന്ന് പുറത്ത് സൈഡിൽ നോക്കാം. എർത്ത് ലൈൻ വന്നിട്ട് ഇതാ ഈ 3-pin സോക്കറ്റിൻ്റെ ഔട്ടും കൊടുത്തിട്ടുണ്ട്, ഈ ട്രാൻസ്ഫോമറിലും കൊടുത്തിട്ടുണ്ട്. അതിനർത്ഥം നമ്മൾ മസ്റ്റായിട്ടും നമ്മളിത് എർത്ത് ചെയ്യണം. കാരണം ഈ ട്രാൻസ്ഫോമറിൻ്റെത് ഇതിൽ എന്തായിരുന്നാലും ഒരു ലീക്കേജ് കറണ്ട് ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ഗ്രൗണ്ട് ചെയ്ത് പോയേ പറ്റുള്ളൂ. നല്ല രീതിയിൽ ലെഗ് അടിച്ച് തന്നെയാണ് അവർ ഈ എർത്ത് ചെയ്തിരിക്കുന്നത്. ഒരു കപ്പാസിറ്റർ വെച്ചിട്ടുണ്ട്. കപ്പാസിറ്റർ ഇതിൻ്റെ ഔട്ടിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ വരാതെ സ്റ്റേബിൾ ആയിട്ടുള്ള പ്യുവർ സൈൻ വേവ് കിട്ടാൻ കരുതിയിട്ടായിരിക്കണം ഈ കപ്പാസിറ്റർ അവർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു 3-pin സോക്കറ്റ് മാറ്റിയിട്ട് ഇവർ നമുക്കല്ലാണ്ട് ഹെവി ഡ്യൂട്ടി കണക്റ്റേഴ്സ് കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരു ഇതിൽ കൊടുത്തിരിക്കുന്ന വയർ 2.5-ൻ്റെ വയറാണ് കൊടുത്തിരിക്കുന്നത്. സൈറ്റുകളിൽ ഒരുവിധപ്പെട്ട എല്ലായിടത്തും 4 സ്ക്വയറിൻ്റെ വയറായിരിക്കും വന്ന് ഇറങ്ങുന്നത്. ഇതിൽ 2.5-ൻ്റെ വയറാണ് ഈ ഔട്ട് കൊടുത്തേക്കുന്നത്. നമുക്കിനി ഒന്നുകൂടെ കവർ ചെയ്യാം. ഇത് ചെക്ക് ചെയ്യാമെന്ന് കരുതിയിട്ട് ഇത് ജസ്റ്റ് കണക്ട് ചെയ്തതാണ്. നമ്മൾ ഒരിക്കലും ആദ്യമേ നമ്മൾ കൊണ്ട് പവർ സ്വിച്ച് ഓൺ ആക്കരുത്. ഞാൻ അത് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തതന്നേ ഉള്ളൂ. നമുക്കിനി ഒന്ന് ബാറ്ററി ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമ്മൾ എപ്പോഴും ബാറ്ററി മാത്രമേ കണക്ട് ചെയ്യാൻ പാടുള്ളൂ. ജസ്റ്റ് ചെക്ക് ചെയ്യാൻ കരുതിയിട്ടാണ് ഈ ബാറ്ററി ഇതിൻ്റെ പുറത്ത് വെച്ചത്. അല്ലെങ്കിൽ ഒരു കാരണവശാലും ഇതിൻ്റെ പുറത്ത് വയ്ക്കരുത്. ചാർജിങ് ടൈമിന് ഇതിൻ്റെ ബോഡി ചൂടാവും. ഇത് ചാർജ് ആവും, ബാറ്ററി ചാർജ് ചെയ്യുന്ന സമയത്തും ബാറ്ററി ചൂടാവും. ആദ്യം ഇതിൻ്റെ ബാക്കിലുള്ള 2 സ്വിച്ചും ഓഫാണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് കണക്ട് ചെയ്യാവൂ. വേറെ ഒന്നുമില്ല. അതാ ജസ്റ്റ് ഈ ക്ലിപ്പ് ഊരുക, ഒന്ന് റിവേഴ്സ് ഇടുക. നന്നായിട്ടാണ് അവർ ടൈറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കിതൊരു
ഒരു 10 ടോർക്ക് ഇട്ട് നമ്മളിത് ടൈറ്റ് ചെയ്താൽ മതി. ആദ്യം മൈനസാണ് കണക്ട് ചെയ്യേണ്ടത്. നമ്മൾ ആ യൂണിറ്റ് ഓഫ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഒരു കാരണവശാലും ആർക്ക് ചെയ്യാനുള്ള ചാൻസ് ഇല്ല. ഒരു കാരണവശാലും ഇത് ഓണായിട്ട് ഇത് ചെയ്യരുത്, കാരണം ഇത് ആർക്ക് ചെയ്യും. ആർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററി കംപ്ലൈൻ്റ് ആവും. അതിനുശേഷം ഈ പ്രൊട്ടക്ഷൻ അഡീഷണലി നമുക്ക് ബാറ്ററി ഉണ്ടെങ്കിൽ ഇതിൻ്റെ മേളിൽ വയ്ക്കുക. ഇതിൽ നിന്ന് നമ്മൾ സീരിയലല്ല കൊടുക്കാനുള്ളത്, പാരൽ കണക്ഷനാണ് കൊടുക്കാനുള്ളത്. ഓൾറെഡി ഇത് 24 വോൾട്ടാണ്. അപ്പോൾ 24 തന്നെ ഇതിപ്പോൾ 100 AH ആണ്. നമ്മൾ ഒരെണ്ണം കൂടെ വയ്ക്കുകയാണെങ്കിൽ അത് 200 AH ആവും. അപ്പോൾ നമ്മളിത് ഓണാക്കുമ്പോൾ ആദ്യം ജസ്റ്റ് ഇതിൻ്റെ ബാക്കിൽ ഒരു ചെറിയൊരു BMSൻ്റെ ഒരു സർക്യൂട്ടുണ്ട്. ആ സർക്യൂട്ട് ഓണാക്കുക. ഇതാ ഇതിനകത്ത് വോൾട്ടും കാര്യങ്ങളൊക്കെ കാണിച്ചു തുടങ്ങി. അതിനുശേഷം നമ്മളിതിൻ്റെ ഔട്ട്പുട്ട് ഓണാക്കുക. ഇതാ ഇൻവെർട്ടറിൻ്റെ ലൈറ്റ് ഓണായിട്ടുണ്ട്. ഇൻവെർട്ടറിലും ബാറ്ററി 0, ഔട്ട്പുട്ടും 0 ആണ് കാണിച്ചിരിക്കുന്നത്. ജസ്റ്റ് പവർ ഓണാക്കുക. ഇതിലൊരു KCB ലൈനുണ്ട്, ലൈൻ ഓണാക്കി കൊടുക്കുക. ഗ്രീൻ ലൈറ്റ് കയറി ചാർജിങ് സ്റ്റാർട്ടായിട്ടുണ്ട്.